Hi, welcome back to Recode Guru. This is Sreelakshmi. So, we last video Python basic programming. So, we use Python use data analyze data science So, we videos I button playlist channel subscribe. What is data? Data എന്ന് പറയുമ്പോൾ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം ഓരോന്നാണ് ഡേറ്റ. ഇപ്പോൾ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കസ്റ്റമേഴ്സിൻ്റെയും അതേപോലെ തന്നെ ഒരു പ്രോഫിറ്റിലാണോ ലോസിലാണോ കമ്പനി ഓടുന്നത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും ആ കമ്പനിയുടെ ഡേറ്റ. സോ നമുക്ക് ഈ സെറ്റ് ഓഫ് ഡേറ്റയെന്ന് കുറച്ച് ഓപ്പറേഷൻസ് ഒക്കെ ചെയ്തിട്ട് അതേപോലെ അതിനകത്തുനിന്ന് ഇൻസൈറ്റുകളൊക്കെ എക്സ്ട്രാക്ട് ചെയ്യുക. ഇൻസൈറ്റ് മീൻസ് നമ്മൾ ഈ ഡേറ്റയിലുള്ള ഹിഡൻ പാറ്റേൺസ് കണ്ടുപിടിക്കുന്നു. അതായത് ഏത് പാറ്റേണിലാണ് ആ ഡേറ്റ പോകുന്നത്, അതുപോലെ തന്നെ ആ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻസ് ഒക്കെ കണ്ടുപിടിക്കുന്നു. അതിനാണ് ഇൻസൈറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് ചെയ്തിട്ട് നമ്മൾ ഈ ഡേറ്റനെ അനലൈസ് ചെയ്യുകയും അതുപോലെ തന്നെ കുറച്ച് പ്രഡിക്ഷൻസ് ഒക്കെ ചെയ്യുന്നു. അതിനാണ് ഡേറ്റ സയൻസ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ ഡയഗ്രാം നോക്കുമ്പോൾ മനസ്സിലാവും. ഫസ്റ്റായിട്ട് സൂപ്പർ സെറ്റായിട്ട് പറയാൻ പറ്റുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. ദെൻ അതിൻ്റെ സബ്സെറ്റായിട്ട് മെഷീൻ ലേണിംഗ്. ദെൻ ഇത് യൂസ് ചെയ്യുന്നത് ഡേറ്റ സയൻസ് വെച്ചിട്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡേറ്റനെ അനലൈസ് ചെയ്യുന്ന മാനിപ്പുലേറ്റ് ചെയ്യുന്ന പരിപാടികളൊക്കെയാണ് ഡേറ്റ സയൻസിൽ ചെയ്യുന്നത്. അതിൽ വേണ്ടിയിട്ട് നമുക്ക് സെറ്റ് ഓഫ് ടൂൾസ് ഉണ്ട്. ടൂൾസിന് എക്സാമ്പിളായിട്ട് പറയുന്നത് ടാബ്ലോ, മാറ്റ്ലാബ് ഇതൊക്കെയാണ്. ദെൻ നമുക്ക് മെഷീൻ ലേണിംഗ് എന്താണെന്ന് നോക്കാം. നമ്മൾ വേരിയസ് പ്രോസസ്സൊക്കെ ചെയ്തിട്ട് ഈ ഡേറ്റ നമുക്ക് ക്ലീൻ ആക്കിയിട്ടുള്ളൊരു സെറ്റ് ഓഫ് ഡേറ്റ നമ്മുടെ കയ്യിലുണ്ട്. ഇനി ഈ ഡേറ്റനെ നമ്മളൊരു മെഷീനിലേക്ക് അപ്ലൈ ചെയ്തിട്ട് ആ ഡേറ്റനെ റിലേറ്റ് ചെയ്തിട്ട് മെഷീൻ എങ്ങനെയായിരിക്കും പ്രെഡിക്റ്റ് ചെയ്യുന്നത് എന്ന് മെഷീൻ തന്നെ ലേൺ ചെയ്യുന്ന ഒരു പ്രോസസ്സുണ്ട്. അതിനാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. ദെൻ അതിന് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ മൈക്രോസോഫ്റ്റ് അഷർ ML സ്റ്റുഡിയോ, അതുപോലെ തന്നെ ആമസോണിൻ്റെ ലെക്സ്2 ഇതൊക്കെയാണ് ML ടൂൾസ്. ദെൻ നമുക്ക് AI എന്ന് പറയുമ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു സൂപ്പർ സെറ്റായിട്ട് വരും. അതായത് ഹ്യൂമൻസ് എങ്ങനെയാണ് നമ്മുടെ ബ്രെയിൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നു. അതുപോലെ തന്നെ ഒരു നമ്മുടെ ലൈഫിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഓരോ സിറ്റുവേഷൻ വന്നാൽ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നൊക്കെ പഠിക്കുന്നത്. അതുപോലെ തന്നെ ഒരു മെഷീനെ ഡിസിഷൻസ് എടുക്കാനും അതേപോലെ തന്നെ എന്താ പറയുക ഹ്യൂമൻ ചിന്തിക്കുന്നത് പോലെ തന്നെ ഒരു ചിന്താശക്തി ഉണ്ടാക്കിയെടുക്കുന്നതാണ് AI ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ എല്ലാം ഒരു ഇംപ്ലിമെൻറ്റേഷൻ ലെവലായിട്ടാണ് AI വരുന്നത്. സോ ഇതിൽ നമ്മൾ സെറ്റ് ഓഫ് ഇൻ്റലിജൻറ്റ് അൽഗോരിതംസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ മെഷീനെ സെൽഫ് ലേണിംഗ് അതേപോലെ ഈ ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ പഠിപ്പിക്കുന്നത്. സോ അതിന് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സോഫിയ റോബോട്ട്, അതുപോലെ തന്നെ ഈ വെർച്വൽ അസിസ്റ്റൻസ് ആയ അലക്സ, സിറി ഇതൊക്കെയാണ്. ദെൻ ഇതിന് AIക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ടൂൾസാണ് ടെൻസർഫ്ലോ, അതുപോലെ തന്നെ Scikit-learn ഇതൊക്കെ. സോ നമുക്കിപ്പോൾ ഡേറ്റ സയൻസ്, മെഷീൻ ലേണിംഗ്, AI ഇതെന്താണെന്നൊക്കെ ഉള്ളൊരു ഓവർവ്യൂ കിട്ടി. സോ ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ആപ്പ് ഉണ്ടല്ലോ ഊബർ, അതിനെ വെച്ചിട്ട് നമ്മൾ ഡേറ്റ സയൻസിൻ്റെ വേരിയസ് സ്റ്റെപ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ഊബർ എന്ന് പറയുന്നത് ഒരു $multi-billion റവന്യൂ ഉള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും എങ്ങനെയാണ് ഇവർ ഈ ഇത്രയും റവന്യൂ കണ്ടെത്തുന്നതെന്ന്. സോ അത് ഡേറ്റയുടെ ടേംസിലാണ് കണ്ടെത്തുന്നത്. അതായത് നമുക്കൊരു പർട്ടിക്കുലർ പ്രോബ്ലം സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതിനെ പ്രഡിക്ഷൻസ് ചെയ്തിട്ടും അതേപോലെ വരുന്ന പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്തിട്ടും തന്നെയാണ് ഊബർ റവന്യൂ കണ്ടെത്തുന്നത്. അതായത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്കറിയാം, ഇപ്പോൾ ഒരു ലൊക്കാലിറ്റി വെച്ച് പറയുമ്പോൾ ഇപ്പോൾ ഇൻഫോ പാർക്കിൻ്റെ ഒക്കെ അടുത്തുള്ള ഏരിയയിൽ എല്ലാവരും തന്നെ മൺഡേ മോർണിംഗ് നമ്മൾ ഇപ്പോൾ ഊബർ സെയിം ടൈമിൽ എല്ലാവരും 9 to 9:30 ടൈമിലായിരിക്കും ഊബർ ബുക്ക് ചെയ്യുന്നത്. സോ അതൊരു പീക്ക് ടൈം ആയിരിക്കും. സോ ആ ടൈമിൽ വരുന്ന എല്ലാ റൈഡ് റിക്വസ്റ്റുകളും എങ്ങനെയായിരിക്കും, ഒന്നുകിൽ ഡബിൾ പ്രൈസ് ആയിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും പെർസെൻറ്റേജ് പ്രൈസ് ആയിരിക്കും. അപ്പോൾ ഈ രീതിയിൽ അതായത് സെർച്ച് പ്രൈസിങ് അൽഗോരിതം എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് വെച്ചിട്ടാണ് ഊബർ ഇതിൻ്റെ പ്രൈസ്, അതായത് ഒരു ഡിമാൻഡ് സപ്ലൈ ഇൻബാലൻസ് വരുമ്പോൾ ഈ പ്രൈസിലുള്ള ഇൻക്രീസ് കണ്ടെത്തുന്നു. അതുവഴിയാണ് ഊബർ ആക്ച്വലി റവന്യൂ
ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഡേറ്റ സയൻസിൻ്റെ സ്റ്റെപ്സ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഡേറ്റ സയൻസിൽ ഫസ്റ്റ് വരുന്ന സ്റ്റെപ്പ് അണ്ടർസ്റ്റാൻഡിങ് ദ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു കേസിൽ ഊബർ ചെയ്യുന്നത് എന്താണ്, ഈ ഹൈലി പീക്ക് ആയിട്ടുള്ള ടൈമിൽ, അതായത് സെയിം ടൈമിൽ വരുന്ന റിക്വസ്റ്റുകളെല്ലാം നോക്കിയിട്ട് ഈ സെർച്ച് പ്രൈസിങ് അൽഗോരിതം വർക്ക് ചെയ്യണം. അത് വെച്ചിട്ട് ഇന്നതായിരിക്കണം പ്രൈസ് എന്ന് പ്രഡിക്റ്റ് ചെയ്യണം. സോ ഫസ്റ്റ് സ്റ്റെപ്പാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റിനെ. ദെൻ വരുന്ന സ്റ്റെപ്പ് ഡേറ്റ കളക്ഷൻ. ഡേറ്റ കളക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ അനലൈസ് ചെയ്യാൻ വേണ്ടുന്ന ഡേറ്റ എല്ലാം കളക്ട് ചെയ്യുക. ഈ കേസിൽ ഇപ്പോൾ നമ്മുടെ ട്രാഫിക്കിൻ്റെ ഡീറ്റെയിൽസ്, അതേപോലെ ലൊക്കാലിറ്റി, പിക്കപ്പ് ലൊക്കേഷൻ, ഡ്രോപ്പ് ലൊക്കേഷൻ, അങ്ങനെ വേണ്ട ഡേറ്റ എല്ലാം കളക്ട് ചെയ്യുന്ന സ്റ്റെപ്പാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ദെൻ വരുന്ന സ്റ്റെപ്പ് ഡേറ്റ ക്ലീനിങ്. ഡേറ്റ ക്ലീനിങ്ങിൽ ചെയ്യുന്നത് നമുക്ക് അൺനെസസറി ആയിട്ടുള്ള ഡേറ്റ, ഈ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റിനെ കോംപ്ലക്സ് ആക്കുന്ന അൺനെസസറി ഡേറ്റാസ് എല്ലാം റിമൂവ് ചെയ്യുന്ന സ്റ്റെപ്പ്. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ ലൊക്കാലിറ്റിയുടെ ഇൻഫർമേഷനൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് ആ ലൊക്കാലിറ്റിയിലുള്ള കഫേ, റെസ്റ്റോറൻറ്റ്, ഇതിൻ്റെയൊക്കെ ഇൻഫർമേഷൻ ഇതിൻ്റെ കൂടെ വരാം. സോ അങ്ങനത്തെ വേണ്ടാത്ത ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ റിമൂവ് ചെയ്യുന്ന സ്റ്റെപ്പാണ് ഡേറ്റ ക്ലീനിങ്. ദെൻ വരുന്ന സ്റ്റെപ്പ് ഡേറ്റ എക്സ്പ്ലോറേഷൻ ആൻഡ് അനാലിസിസ്. ഇതാണ് ഡേറ്റ സയൻസിൻ്റെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. ഇതിലാണ് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചേക്കുന്ന ഡേറ്റയിൽ ഉള്ള ഇൻസൈറ്റുകൾ, ട്രെൻഡ്, അതേപോലെ ഹിഡൻ പാറ്റേൺസ്, അതായത് ഏത് പാറ്റേണിലാണ് ഈ ഡേറ്റ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ കണ്ടെത്തുന്ന സ്റ്റെപ്പാണ് ഡേറ്റ എക്സ്പ്ലോറേഷൻ ആൻഡ് അനാലിസിസ്. ദെൻ നെക്സ്റ്റ് വരുന്ന സ്റ്റെപ്പ് ഡേറ്റ മോഡലിംഗ്. അത് നമ്മുടെ ഇപ്പോൾ കയ്യിലുള്ളത് ക്ലീൻ ആയിട്ടുള്ള ഡേറ്റ നമ്മളൊരു മെഷീൻ ലേണിംഗ് മോഡൽ ബിൽഡ് ചെയ്തെടുക്കും. എന്നിട്ട് ഈ ഡേറ്റ, സെറ്റ് ഓഫ് ഡേറ്റേനെ ഈ മോഡലിലേക്ക് അപ്ലൈ ചെയ്യും. എന്നിട്ട് ഈ ഡേറ്റേനെ വെച്ചിട്ട് ഈ മോഡൽ വർക്ക് ചെയ്തിട്ട് നമുക്ക് ഫൈനലായിട്ടൊരു പ്രഡിക്ഷൻ തരും. അപ്പോൾ ഈ സ്റ്റെപ്പിലാണ് നമ്മൾ കറക്റ്റായിട്ട് ഫൈനൽ ഔട്ട്പുട്ടിലേക്ക് എത്തുന്നത്. നെക്സ്റ്റ് വരുന്ന സ്റ്റെപ്പ് ഡേറ്റ വാലിഡേഷൻ ആണ്. സോ നമ്മൾ പ്രീവിയസ് സ്റ്റെപ്പ് വരെ ചെയ്ത് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന സെറ്റ് ഓഫ് ഡേറ്റേനെ ഈ മോഡലിലേക്ക് അപ്ലൈ ചെയ്ത് ട്രെയിൻ ചെയ്തെടുക്കുന്ന സ്റ്റെപ്പാണ്. ദെൻ ഈ സ്റ്റെപ്പിൽ വരുന്നത് നമ്മൾ പുതിയൊരു കസ്റ്റമർ വന്നിട്ട് ഈ റിക്വസ്റ്റ് ചെയ്യുകയാണ് റൈഡ്. അപ്പോൾ എന്താണ് ചെയ്യുന്നത്, നമ്മുടെ ഓൾറെഡി ഉള്ള ഹിസ്റ്റോറിക്കൽ ഡേറ്റ അതിനെയും പുതിയ റിക്വസ്റ്റിനെയും കൂടെ കമ്പയർ ചെയ്യും. എന്നിട്ട് ഊബറിൻ്റെ കേസിൽ ഈ എന്തായിരിക്കും നമ്മുടെ ഈ സെർച്ച് പ്രൈസിങ് അൽഗോരിതം വർക്ക് ചെയ്യണം, അത് കറക്റ്റ് ആയിരിക്കണം പ്രഡിക്ഷൻ. അപ്പോൾ എന്തെങ്കിലും ഈ പ്രഡിക്ഷനിൽ എന്തെങ്കിലും അനോമലീസോ അല്ലെ ഫോൾസ് പ്രഡിക്ഷനൊക്കെയാണ് വന്നതെങ്കിൽ അപ്പോൾ ഈ ഊബറിൻ്റെ സൈഡിൽ നിന്ന് ഒരു നോട്ടിഫിക്കേഷൻ നമ്മുടെ ഡേറ്റ സയൻറ്റിസ്റ്റിന് സെൻഡ് ചെയ്യും. ദെൻ അത് ഈ ഡേറ്റ സയൻറ്റിസ്റ്റ് അത് ഫിക്സ് ചെയ്തിട്ട് സോൾവ് ചെയ്യും. സോ നെക്സ്റ്റ് നമ്മുടെ വരുന്ന സ്റ്റെപ്പ് ഡിപ്ലോയ്മെൻറ്റ് ആൻഡ് ഒപ്റ്റിമൈസേഷൻ ആണ്. ഈ സ്റ്റെപ്പിൽ നമ്മുടെ കറക്റ്റായിട്ടുള്ള നമ്മുടെ മോഡൽ ഇപ്പോൾ കറക്റ്റ് സക്സസ്ഫുൾ ആയിട്ടാണ് ഇരിക്കുന്നത്. സോ അതിനെ ലൈവ് ആക്കുന്ന സ്റ്റേജാണ്, അതായത് എല്ലാ യൂസേഴ്സിനും യൂസ് ചെയ്യാൻ പാകത്തിന് അതിനെ ഡിപ്ലോയ് ചെയ്യുന്ന സ്റ്റേജാണ് ഡിപ്ലോയ്മെൻറ്റ് ആൻഡ് ഒപ്റ്റിമൈസേഷൻ. സോ നമുക്ക് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ഈ ഡേറ്റ സയൻസിൻ്റെ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ റെക്കമെൻഡേഷൻ സിസ്റ്റംസ്, നമ്മുടെ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ, അതായത് ആമസോൺ, ഫ്ലിപ്കാർട്ട്, പിന്നെ ഈ നെറ്റ്ഫ്ലിക്സിൻ്റെയൊക്കെ റെക്കമെൻഡേഷൻ സിസ്റ്റം, ഇതെല്ലാം ഫോളോ ചെയ്യുന്നത് ഡേറ്റ സയൻസ് യൂസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാനൊരു ദിവസം ആമസോണിൽ പോയിട്ട് ഒരു ഡ്രസ്സോ എന്തെങ്കിലും ജസ്റ്റ് നോക്കി, പക്ഷേ ഞാനത് വാങ്ങിച്ചില്ല. ദെൻ നെക്സ്റ്റ് ഡേ വന്നിട്ട് ഞാനിപ്പോൾ യൂട്യൂബിൽ എന്തെങ്കിലും ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഇതിനെ റിലേറ്റ് ചെയ്ത, അത് നമ്മൾ പ്രീവിയസ് ഡേയിൽ നോക്കിയ എന്തെങ്കിലും ഐറ്റംസിനെ റിലേറ്റ് ചെയ്ത ആഡൊക്കെ നമുക്ക് അവിടെ ഡിസ്പ്ലേ ആയി വരും. സെയിം വേ നമുക്ക് ഫേസ്ബുക്ക് എടുക്കുകയാണെങ്കിലും ഈ ആഡ്സ് കാണാം. സോ അതെങ്ങനെയാണ് സംഭവിക്കുന്നത്, ആക്ച്വലി നമ്മുടെ സെർച്ച് ഹിസ്റ്ററി ഗൂഗിൾ ട്രാക്ക് ചെയ്യുന്നുണ്ട്. ദെൻ ഈ ഹിസ്റ്ററിയെ റിലേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആഡ്സൊക്കെ ഇങ്ങനെ പോപ്പപ്പ് ആയി വരും. സോ നമ്മൾ മറന്നു പോയാൽ കൂടെ തന്നെ അവർ നമ്മൾ ഓർമ്മിപ്പിക്കും. സോ ഇതുപോലെ റെക്കമെൻഡേഷൻ സിസ്റ്റം വഴി ഒരു 35% ആമസോണിൻ്റെ റവന്യൂ ഇൻക്രീസ് ചെയ്യുന്നതെന്നാണ് പറയപ്പെടുന്നത്. സോ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ മേഖലയിലും നോക്കുകയാണെങ്കിൽ ഡേറ്റ സയൻസിൻ്റെ യൂസേജ് ആണ് കണ്ടുവരുന്നത്. സോ ഇനിയുള്ള കാലത്ത് ഡേറ്റ സയൻസിൻ്റെ യൂസേജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വാസ്റ്റ് ആയിരിക്കും. സോ ഇന്നത്തെ കാലത്ത് ഡേറ്റ സയൻസിൻ്റെ ആപ്ലിക്കേഷൻ
വളരെ വലുതാണ്. നമ്മളിപ്പോൾ ഏത് പ്ലാറ്റ്ഫോം നോക്കിയാലും, ഇ-കൊമേഴ്സ് ആയാലും അതേപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റം ആയാലും എല്ലാം ഫോളോ ചെയ്യുന്നത് ഡേറ്റ സയൻസ് തന്നെയാണ്. സോ നമ്മൾ ഡേറ്റ സയൻസ് യൂസ് ചെയ്തിട്ട്, പൈത്തൺ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഡേറ്റ സയൻസ് ചെയ്യുന്നതെന്ന് കൂടുതലായിട്ട് പഠിക്കാൻ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം ഫോളോ ചെയ്യുക. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ മുതൽ ഡേറ്റ സയൻസിൻ്റെ സ്റ്റെപ്സിലേക്ക് കടക്കാം ഡയറക്റ്റ്ലി. സോ ദിസ് ഈസ് ശ്രീലക്ഷ്മി സൈനിങ് ഓഫ്.